when I lay my vengeance upon thee. ഹായ് ഫ്രണ്ട്സ്, ക്വിന്റീൻ ടൊറന്റീനോയുടെ പൾപ്പ് ഫിക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് കഥ മുന്നോട്ടും പിന്നോട്ടും മാറി മറിഞ്ഞാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇന്ന് അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. സിനിമയിൽ കാണിച്ച രീതിയിലല്ലാതെ കഥയിലെ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ എവിടെ തുടങ്ങി സമയക്രമം അനുസരിച്ച് എവിടെ അവസാനിക്കുന്നു എന്ന് നമുക്കൊന്ന് കൃത്യമായി കണ്ടു നോക്കിയാലോ. 1920 മുതൽ 50 വരെയുള്ള കാലഘട്ടത്തിലെ വായനക്കാർ വായിച്ച് ദൂരെ കളയുന്ന വില കുറഞ്ഞ കഥാപുസ്തകങ്ങളെയാണ് പൾപ്പ് എന്ന് വിളിച്ചിരുന്നത്. കഥ തുടങ്ങുന്നത് ബുച്ചിന്റെ കയ്യിലെത്തിയ ഒരു സ്വർണ്ണ വാച്ചിന്റെ കഥയിൽ നിന്നാണ്. ബ്രൂസ് വില്ലിസ് ആണ് ബുച്ചായി അഭിനയിക്കുന്നത്. ബുച്ച് പ്രായം കൂടി വരുന്ന ഒരു പ്രൊഫഷണൽ ബോക്സറാണ്. പക്ഷേ ഈ വാച്ചിന്റെ കഥ അറിയുന്നത് അവൻ ചെറുപ്പമായിരുന്ന കാലത്താണ്. കഥ ബുച്ചിന്റെ കുട്ടിക്കാലത്തേക്ക് പോവുകയാണ്. 1972 ഈ സംഭവം. ചെറിയ ബുച്ച് വീട്ടിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമ്മ അവനെ വിളിക്കുന്നത്. നിനക്കൊരു സ്പെഷ്യൽ വിസിറ്റർ ഉണ്ട്, അത് ക്യാപ്റ്റൻ കൂൺസ് ആണ്. ബുച്ചിന്റെ അച്ഛനൊപ്പം ക്യാമ്പിൽ 5 വർഷത്തോളം കഴിഞ്ഞ ആളാണ് കൂൺസ്. ബുച്ചിന്റെ അച്ഛൻ അവിടെ മരിച്ചതിന് ശേഷം തന്റെ സുഹൃത്തിന്റെ മകനോട് ഒരു ഉത്തരവാദിത്തം ഉണ്ടെന്ന് കരുതിയാണ് കൂൺസ് അവനെ കാണാൻ വരുന്നത്. കൂൺസിന്റെ കയ്യിൽ ഒരു സ്വർണ്ണ വാച്ചുണ്ട്. ഇത് സാധാരണ ഒരു വാച്ചല്ല. ബുച്ചിന്റെ കുടുംബത്തിൽ തലമുറകളായി കൈമാറി വന്നതാണ് ഇത്. ആദ്യം ബുച്ചിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഡൗബോയ് ആണ് ഈ വാച്ച് വാങ്ങിയത്. 1-ാം ലോക മഹായുദ്ധത്തിന് പോകുന്നതിന് മുൻപ് ഒരു ചെറിയ ജനറൽ സ്റ്റോറിൽ നിന്നായിരുന്നു അത് വാങ്ങിയത്. പിന്നീട് വാച്ച് ഡെയ്ൻ കോളിഡ്ജിന്, അതായത് ബുച്ചിന്റെ ഗ്രാൻഡ് ഫാദറിന് കൈമാറി. 2-ാം ലോക മഹായുദ്ധത്തിൽ വേക്ക് ഐലൻഡിൽ കുടുങ്ങിയ ഡെയ്ൻ മരിക്കുന്നതിന് മുൻപ് വിനോക്കി എന്ന എയർഫോഴ്സ് ഗണ്ണറിനെ വാച്ചേൽപ്പിച്ചു. അത് തന്റെ കുഞ്ഞായ മകൻ എത്തിക്കണമെന്നായിരുന്നു അവന്റെ ആവശ്യം. വിനോക്കി ആ വാക്ക് പാലിച്ച് വാച്ച് ബുച്ചിന്റെ അച്ഛന് കൈമാറി. പിന്നീട് വിയറ്റ്നാമിൽ പിടിക്കപ്പെട്ട ബുച്ചിന്റെ അച്ഛൻ ശത്രുക്കൾ വാച്ച് എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ 5 വർഷം അത് ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചു. ഡിസെൻട്രി ബാധിച്ച് മരിക്കുന്നതിന് മുൻപ് വാച്ച് ക്യാപ്റ്റൻ കൂൺസിന് കൊടുത്തു. കൂൺസും 2 വർഷം അത് അതേ രീതിയിൽ സൂക്ഷിച്ചു. 7 വർഷത്തിന് ശേഷം വീട്ടിലെത്തിയ കൂൺസ് ആ സ്വർണ്ണ വാച്ച് ചെറിയ ബുച്ചിന്റെ കയ്യിൽ കൊടുത്തു. ഇത് നിനക്കുള്ളതാണ്. അങ്ങനെ ആ സ്വർണ്ണ വാച്ച് ബുച്ചിന്റെ കയ്യിലെത്തുന്നു. അത് വെറുമൊരു വാച്ചല്ല, അവന്റെ അച്ഛനിൽ നിന്ന് അവനിലേക്ക് എത്തിയ കുടുംബത്തിന്റെ ഓർമ്മയാണ്. കഥ ഇപ്പോൾ ഉള്ള സമയത്തെ വിൻസെന്റ് വെഗയിലേക്കും ജോൾസ് വിൻഫീൽഡിലേക്കും മാറുന്നു. ഇരുവരും സാധാരണ ആളുകളല്ല. മാർസലസ് വാലസിന് വേണ്ടി ജോലി ചെയ്യുന്ന ഹിറ്റ്മൻ ആണ്. ലോസ് ഏഞ്ചൽസിലെ ശക്തനും എല്ലാവരും ഭയപ്പെടുന്നതുമായ ഒരു മാഫിയ തലവനാണ് മാർസലസ് വാലസ്. ഇപ്പോൾ അവർ ഒരു കാറിലിരുന്ന് തങ്ങൾക്ക് കിട്ടിയ പുതിയ ജോലിക്കായി പോവുകയാണ്. യാത്രക്കിടയിൽ വിൻസെന്റ് ആംസ്റ്റർഡാമിൽ കുറെ കാലം താമസിച്ചിരുന്ന കാര്യങ്ങൾ ജോൾസിനോട് പറയുകയാണ്. പിന്നെ അവരുടെ സംസാരമൊക്കെ വിൻസെന്റിന്റെ പുതിയ ജോലിയിലേക്ക് എത്തുന്നു. മാർസലസ് വാലസ് കുറച്ചു ദിവസത്തേക്ക് നഗരത്തിന് പുറത്താണ്. അതുകൊണ്ട് അന്ന് രാത്രി മാർസലസിന്റെ ഭാര്യ മിയ വാലസിനെ വിൻസെന്റ് പുറത്തു കൊണ്ടുപോകണം. മിയയെ ഒറ്റയ്ക്ക് വിടാതെ അവളോടൊപ്പം സമയം ചെലവഴിക്കാനാണ് മാർസലസ് വിൻസെന്റിനോട് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട് ജൂൾസിന് പക്ഷെ ഒരു കാര്യം ഓർമ്മ വരുന്നു. മാർസലസ് തന്റെ ഭാര്യയെക്കുറിച്ച് വളരെ പ്രൊട്ടക്റ്റീവ് ആണെന്നാണ് ജൂൾസ് പറയുന്നത്. അതിന് ഉദാഹരണമായി ജൂൾസ് ഒരു പഴയ സംഭവം വിൻസെന്റിനോട് പറയുന്നു. മാർസലസിന്റെ ഭാര്യയുടെ കാലിൽ മസാജ് ചെയ്തുവെന്ന കാരണത്താൽ ടോണി റോക്കി ഹോറർ എന്ന ഒരാളെ മാർസലസ് 4-ാം നിലയിലെ ജനലിലൂടെ താഴേക്ക് എറിഞ്ഞുവെന്നാണ് ആളുകൾ പറയുന്നത്. ഇത്രയും വലിയ കാര്യം ശരിക്കും നടന്നോ എന്നതിൽ അവനും ഉറപ്പില്ല. ജൂൾസിനും അത് നേരിട്ടറിയുന്ന കാര്യമല്ല, കേട്ടുകേൾവിയാണ്. പക്ഷെ മാർസലസ് തന്റെ ഭാര്യയെക്കുറിച്ച് എത്രത്തോളം സീരിയസ് ആണെന്ന് മനസ്സിലാക്കാൻ അത്രയും മതി. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ വിൻസെന്റും ജൂൾസും അവരുടെ ടാർജറ്റിന്റെ അടുത്തെത്തുന്നു. മാർസലസിന്റെ വിലപ്പെട്ട ഒരു ബ്രീഫ് കേസ് മോഷ്ടിച്ചെടുത്ത ഒരു കൂട്ടം ബിസിനസ് പാർട്ട്നേഴ്സായ ചെറുപ്പക്കാരാണ് അവരുടെ ടാർജറ്റ്. ജൂൾസ് അവരോട് സംസാരിക്കാൻ തുടങ്ങുന്നു. പക്ഷെ അത് സാധാരണ സംസാരമല്ലെന്ന് അവിടെയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നു. മാർസലസിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അവരുടെ പേടി തുടങ്ങുന്നു. ജൂൾസ് അവരോട് മാർസലസിന്റെ സാധനം എവിടെയാണ് എന്ന് ചോദിക്കുന്നു. അതൊരു കബോർഡിലാണെന്ന് പറയുന്നു. വിൻസെന്റ് പോയി ആ സാധനം എടുത്തുകൊണ്ട് വരുന്നു. അതൊരു കറുത്ത ബ്രീഫ് കേസ് ആണ്. ബ്രീഫ് കേസ് തുറക്കുമ്പോൾ അതിനകത്ത് എന്താണെന്ന് കാണിക്കുന്നില്ല. പക്ഷെ അതിൽ നിന്നുള്ള വെളിച്ചം കണ്ട വിൻസെന്റ് കുറച്ചുനേരം അതിലേക്ക് നോക്കി നിൽക്കുന്നു. നമ്മൾക്ക് വേണ്ടത് കിട്ടിയോ എന്ന് ജൂൾസ് ചോദിക്കുന്നു. കിട്ടി എന്ന് വിൻസെന്റ് പറയുന്നു. പെട്ടിയിൽ എന്താണ് ഉള്ളത് എന്ന ചോദ്യത്തിന് ടൊറന്റീനോ നൽകിയ ഉത്തരം, നിങ്ങൾ അതിൽ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതാണ് അതിലുള്ളത് എന്നാണ്. ഏറ്റവും ജനപ്രീതിയുള്ള ഫാൻ തിയറി മാർസലസ് വാലസ് പിശാചിനെ വിറ്റ് തന്റെ ആത്മാവാണ് ആ പെട്ടിയിലുള്ളത് എന്നാണ്. പെട്ടിയുടെ കോമ്പിനേഷൻ നമ്പർ 666 ആണ്. ക്രിസ്തീയ വിശ്വാസത്തിലും ബൈബിളിലും 666 എന്നത് പിശാചിന്റെ അല്ലെങ്കിൽ സാത്താന്റെ നമ്പറാണ്. പക്ഷെ ജൂൾസ് പോകുന്നതിന് മുൻപ് ബ്രെട്ടിനോട് ഒരു കാര്യം ചോദിക്കുന്നു. നീ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ബ്രെട്ട് അതേ എന്ന് പറയുന്നു. ജൂൾസ് തന്റെ മനസ്സിൽ മെമ്മറൈസ് ചെയ്തിരിക്കുന്ന ഒരു പാസേജ് അവനോട് പറയാൻ തുടങ്ങുന്നു. അത് കേൾക്കുമ്പോൾ ബ്രെട്ടിന്റെ പേടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജൂൾസ് പാസേജ് മുഴുവൻ പറഞ്ഞു തീർക്കുന്നു. പിന്നെ ഒരു നിമിഷം പോലും കളയാതെ ജൂൾസും വിൻസെന്റും അവരെ വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ മാർസലസിന്റെ ബ്രീഫ് കേസ് തിരികെ കിട്ടുന്നു. അപ്പാർട്ട്മെന്റിൽ നടന്ന വെടിവെപ്പിന് ശേഷം ജൂൾസിനും വിൻസെന്റിനും അവരുടെ കയ്യിൽ മാർസലസിന്റെ ബ്രീഫ് കേസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർക്കറിയാത്ത മറ്റൊരു കാര്യമുണ്ട്. ബാത്റൂമിൽ ഒരാൾ തോക്കുമായി ഒളിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് അയാൾ പുറത്തേക്ക് ചാടി വന്ന് ജൂൾസിനും വിൻസെന്റിനും നേരെ വെടിയുതിർക്കുന്നു.
അത്ര അടുത്തു നിന്നാണ് വെടിവെക്കുന്നത്. പക്ഷെ അതിശയകരമായി ഒരു വെടിയുണ്ട പോലും ഇവർക്ക് കൊള്ളുന്നില്ല. അവർ തിരിച്ച് ആ മനുഷ്യനെ വെടിവെച്ച് കൊന്ന ശേഷം ജൂൾസ് അവിടെ നിന്ന് ആലോചിക്കുകയാണ്, ഇത്രയും വെടിയുണ്ടകൾ വന്നിട്ടും തങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. ജൂൾസിന് ഇത് വെറും ഭാഗ്യമാണെന്ന് തോന്നുന്നില്ല. തങ്ങളെ ആരോ രക്ഷിച്ചതാണെന്നാണ് അവൻ കരുതുന്നത്. ജൂൾസ് അതിനെ ഒരു ദൈവിക അത്ഭുതമായി കാണുന്നു. തന്റെ പഴയ രക്തരൂക്ഷിതമായ വഴികൾ ഉപേക്ഷിച്ച് ഒരു നല്ല വ്യക്തിയായി മാറാനും മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിക്കാനും ജൂൾസ് അവിടെ നിന്ന് അങ്ങോട്ട് മാറാൻ തുടങ്ങുകയാണ്. വിൻസെന്റ് പക്ഷേ ജൂൾസ് പറയുന്നതൊന്നും വലിയ കാര്യമായി എടുക്കുന്നില്ല. അവന്റെ കയ്യിൽ ബ്രീഫ് കേസ് ഉണ്ട്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങുക എന്നതാണ് വിൻസെന്റിന്റെ ശ്രദ്ധ. അങ്ങനെ അവിടെ ബാക്കിയുള്ള ഒരു പയ്യൻ മാർവിനെയും കൂട്ടി അവർ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. കാറിൽ കയറിയ ശേഷവും ജൂൾസും വിൻസെന്റും ഈ സംഭവത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂൾസ് ഇപ്പോഴും അതേ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. നമ്മളെ വെടിവെച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല, അതിനെന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കണം. വിൻസെന്റ് അതിന് അത്ര ഗൗരവമായി എടുക്കുന്നില്ല. ഇതിനിടയിലാണ് വിൻസെന്റിന്റെ കയ്യിലെ തോക്ക് വലിയ പ്രശ്നമാകുന്നത്. കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വിൻസെന്റ് അത് ശരിയായി ശ്രദ്ധിക്കാതെ കൈകാര്യം ചെയ്യുകയാണ്. പെട്ടെന്നാണ് വെടിയുതിർന്നത്. അത് നേരെ മാർവിന്റെ മുഖത്ത് കൊള്ളുന്നു. ഒറ്റ നിമിഷം കൊണ്ട് കാറിന്റെ പുറകുവശം മുഴുവൻ രക്തവും ശരീരത്തിന്റെ ഭാഗങ്ങളും കൊണ്ട് നിറയുന്നു. കാർ ഇങ്ങനെ റോഡിൽ കൊണ്ടുപോയാൽ പോലീസ് ശ്രദ്ധിക്കുമെന്ന് അവൻ പറയുന്നു. എത്രയും പെട്ടെന്ന് കാർ എവിടേക്കെങ്കിലും മാറ്റണം. അവസാനം ജൂൾസ് തന്റെ ഒരു സുഹൃത്തിനെ വിളിക്കാൻ തീരുമാനിക്കുന്നു. അവന്റെ പേര് ജിമ്മി. ടൊലോക്ക ലേക്കിൽ താമസിക്കുന്ന ജിമ്മിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് ജൂൾസ് പറയുന്നു. അങ്ങനെ അവർ കാറുമായി ജിമ്മിയുടെ വീട്ടിലെത്തുന്നു. കാറിന്റെ അവസ്ഥ കണ്ടതോടെ അവൻ ആകെ ഞെട്ടിപ്പോകുന്നു. അവന്റെ വീടിനുള്ളിൽ ഇങ്ങനെ ഒരു പ്രശ്നവുമായി വന്നത് അവൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതിലും വലിയ പ്രശ്നം വേറെയുണ്ട്. ജിമ്മിയുടെ ഭാര്യ ബോണി ഒരു നഴ്സാണ്. അവൾ കുറച്ചു മണിക്കൂറിനുള്ളിൽ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തും. അവളെ ഈ കാഴ്ച കണ്ടാൽ വലിയ പ്രശ്നമാകും. ജിമ്മി നേരെ പറയുകയാണ്, ബോണി ഇത് കണ്ടാൽ എന്നെ ഉപേക്ഷിക്കും. അതുകൊണ്ട് ജൂൾസും വിൻസെന്റ് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം മാറ്റണം. ജൂൾസ് പിന്നെ മാർസലസിനെ വിളിക്കുന്നു. മാർസലസ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ ഒരാളെ അയക്കുന്നു. അയാളാണ് വിൻസ്റ്റൺ വോൾഫ്. എല്ലാത്തരം പ്രശ്നങ്ങളും വേഗത്തിൽ വൃത്തിയാക്കി തീർക്കുന്ന ആളാണ് വോൾഫ്. അവൻ ജിമ്മിയുടെ വീട്ടിലെത്തിയതോടെ കാര്യങ്ങൾ മുഴുവൻ തന്റെ നിയന്ത്രണത്തിലാക്കുന്നു. ആദ്യം കാറാണ് വൃത്തിയാക്കേണ്ടത്. ജൂൾസും വിൻസെന്റും കാറിനുള്ളിലേക്ക് കയറി രക്തവും ചെറിയ ചെറിയ ശരീരഭാഗങ്ങളും വൃത്തിയാക്കാൻ തുടങ്ങുന്നു. അവർക്കിടയിൽ വഴക്കും തുടങ്ങുന്നു. ജിമ്മിയുടെ വിലയേറിയ ലിനൻ പോലും ഉപയോഗിക്കേണ്ടി വരുന്നു. ജിമ്മി അതിനെക്കുറിച്ച് വിഷമിക്കുമ്പോൾ വോൾഫ് ഒരു കിട്ട് പണം പുറത്തെടുക്കുന്നു. അത് കണ്ടിട്ട് ജിമ്മിക്ക് കാര്യം മനസ്സിലാവും. അങ്ങനെ കാർ പുറത്തുനിന്ന് നോക്കുമ്പോൾ വീണ്ടും സാധാരണ കാറിനെ പോലെ തോന്നുന്ന രീതിയിൽ വൃത്തിയാക്കുന്നു. പക്ഷെ വോൾഫിന്റെ ജോലി അവിടെ തീർന്നിട്ടില്ല. ഇനി ജൂൾസിനെയും വിൻസെന്റിനെയും വൃത്തിയാക്കണം. അവരിരുവരും മുഴുവൻ രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ്. വോൾഫ് അവരോട് വസ്ത്രം അഴിക്കാൻ പറയുന്നു. അവരുടെ മുഴുവൻ ബോഡി ക്ലോത്ത്സും എടുത്ത് ഒരു ഗാർബേജ് ബാഗിൽ ഇടുന്നു. അതിനുശേഷം ജിമ്മിയുടെ ബാക്ക് യാർഡിൽ കൊണ്ടുപോയി ഗാർഡൻ ഹോസ് ഉപയോഗിച്ച് രണ്ടുപേരും കഴുകുന്നു. ബോണി വീട്ടിലെത്താൻ ഇനി ഏകദേശം 15 മിനിറ്റ് മാത്രമാണ് ഉള്ളത്. അവസാനം ജിമ്മി കൊടുത്ത വേറെ വസ്ത്രങ്ങൾ ധരിക്കുന്നു. വോൾഫ് വീണ്ടും കാര്യത്തിലേക്ക് വരുന്നു. ഇനി അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ജൂൾസും വിൻസെന്റും വോൾഫിനൊപ്പം കാറിൽ കയറുന്നു. ഇനി ഈ കാറും മാർവിന്റെ ശരീരവും എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനാണ് അവരുടെ അടുത്ത നീക്കം. അവർ കാറ് ഒരു കാർ ഡംപിംഗ് പ്ലേസിൽ ഡംപ് ചെയ്യുകയാണ്. ജൂൾസും വിൻസെന്റും വോൾഫിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും രണ്ടുപേരുടെയും സംസാരം നേരത്തെ നടന്ന ആ സംഭവത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷെ ഈ കാര്യത്തിൽ ജൂൾസിനും വിൻസെന്റിനും ഒരേ അഭിപ്രായമല്ല. വിൻസെന്റിന് അതൊരു മിറാക്കിൾ ഒന്നുമല്ല. തോക്കിൽ നിന്ന് വെടിയുണ്ടകൾ വന്നിട്ടും തങ്ങളെ കൊള്ളാത്തത് വെറും ഒരു ഫ്രീക്ക് ഒക്കറൻസ് ആണെന്നാണ് വിൻസെന്റ് പറയുന്നത്. പക്ഷെ ജൂൾസിന് അതങ്ങനെ വിട്ടുകളയാൻ കഴിയുന്നില്ല. അവൻ ഇപ്പോഴും ആ സംഭവത്തെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. ജൂൾസിന്റെ മനസ്സിൽ ഇപ്പോൾ ഒരു കാര്യം ഉറച്ചു കഴിഞ്ഞു. അവൻ ഇതുവരെ ജീവിച്ചിരുന്ന ജീവിതത്തെക്കുറിച്ച് തന്നെ വീണ്ടും ചിന്തിക്കണം. വിൻസെന്റിന് പക്ഷേ ജൂൾസ് പറയുന്നതൊന്നും വലിയ കാര്യമല്ല. ഇത്രയും കാലം മാർസലസ് വാലസിന് വേണ്ടി ജോലി ചെയ്തിരുന്ന ജൂൾസ് ഇനി ആ ജീവിതം ഉപേക്ഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യം മാർസലസിന്റെ ബ്രീഫ് കേസ് തിരികെ കൊടുക്കും. അവസാനം വിൻസെന്റ് ഈ സംസാരമൊക്കെ നിർത്തി റെസ്റ്റ് റൂമിലേക്ക് പോകുന്നു. ജൂൾസ് മാത്രം അവിടെ ഇരുന്ന് കോഫി കുടിച്ചുകൊണ്ട് വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ പറഞ്ഞ തീരുമാനത്തിന് ശേഷം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് ജൂൾസിന് പോലും അറിയില്ല. പക്ഷെ ഒരു കാര്യം അവൻ തീരുമാനിച്ചു കഴിഞ്ഞു. മാർസലസിന്റെ ആളായി ഇനി തുടരേണ്ട. അവിടെ ജൂൾസ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് അടുത്ത സംഭവം തുടങ്ങുന്നത്. അടുത്ത സീനിൽ ഒരു ഡൈനറിൽ പംകിനും ഹണി ബണ്ണിയും ഇരുന്ന് സംസാരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ചെറിയ ചെറിയ കവർച്ചകൾ ചെയ്യുന്നവരാണ്. ഇനി അടുത്തതായി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പംകിൻ പറയുന്നത് ലിക്കർ സ്റ്റോറും ബാങ്കും ഒക്കെ കൊള്ളയടിക്കുന്നത് വലിയ റിസ്ക് ആണെന്നാണ്. അവിടെ കയറുമ്പോൾ തന്നെ പ്രശ്നമാകാം. അതുകൊണ്ട് ഇനി അത്തരം സ്ഥലങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് അവന് തോന്നുന്നു. പകരം കോഫി ഷോപ്പുകളും ഡൈനറുകളും കൊള്ളയടിച്ചാലോ എന്നാണ് പംകിൻ പറയുന്നത്. അവിടെ ആളുകൾ കൂടുതലുണ്ടാകും. പക്ഷെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് ഒരിക്കലുമായിരിക്കും. പെട്ടെന്ന് തോക്ക് കാണിച്ചാൽ ആരും തിരിച്ചു നിന്ന് പ്രശ്നമുണ്ടാക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് കുറച്ച് റിസ്കിൽ തന്നെ നല്ല പണം കിട്ടുമെന്നാണ് അവന്റെ കണക്ക്. ഹണി ബണ്ണി അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് പംകിൻ ഒരു കാര്യം പറയുന്നത്. എങ്കിൽ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലം തന്നെ കൊള്ളയടിച്ചാലോ? അത് കേട്ട ഹണി ബണ്ണിക്കും അതൊരു നല്ല ഐഡിയ ആയി തോന്നുന്നു. അങ്ങനെ രണ്ടുപേരും പരസ്പരം നോക്കുന്നു. പിന്നെ പെട്ടെന്ന് ഒരു കിസ് ചെയ്യുന്നു. അടുത്ത നിമിഷം തന്നെ രണ്ടുപേരും തോക്കുകൾ പുറത്തെടുക്കുന്നു. ഇത്രയും നേരം സാധാരണ കസ്റ്റമേഴ്സിനെ പോലെ ശാന്തമായി ഇരുന്നിരുന്ന അവർ പെട്ടെന്ന് എഴുന്നേറ്റ് എല്ലാവരോടും അലറാൻ തുടങ്ങുന്നു.
execute every last one of you! ഒറ്റ നിമിഷം കൊണ്ട് ആ ഡൈനറിന്റെ അന്തരീക്ഷം തന്നെ മാറിപ്പോകുന്നു. ഹണി ബണ്ണി എല്ലാവരെയും തോക്ക് ചൂണ്ടി നിർത്തുന്നു. പംകിനും തോക്കുമായി മുന്നോട്ട് വരുന്നു. ഇനി അവിടെ ആരും ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്ന കാര്യം പെട്ടെന്ന് ഒരു ആംഡ് റോബറിയായി മാറുകയാണ്. ഇവിടെ ഒരു കാര്യം കൂടി വ്യക്തമാക്കുകയാണ്. ജൂൾസും വിൻസെന്റും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുന്നത് നേരത്തെ പംകിനും ഹണി ബണ്ണിയും ഇരുന്ന അതേ കോഫി ഷോപ്പിലാണ്. വിൻസെന്റ് ഇപ്പോഴും റെസ്റ്റ് റൂമിലാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സിനിമയിൽ വിൻസെന്റ് എപ്പോൾ ബാത്റൂമിൽ പോകുന്നു അപ്പോൾ പുറത്ത് ഏതെങ്കിലും പരിപാടി നടക്കും. അങ്ങനെ എല്ലാവരെയും നിയന്ത്രിച്ച ശേഷം പംകിൻ ക്യാഷ് രജിസ്റ്റർ തുറന്ന് അതിലുള്ള പണം എടുത്ത് പോക്കറ്റിലാക്കുന്നു. പിന്നെ ഒരു വലിയ ബാഗ് എടുത്ത് ഓരോ കസ്റ്റമേഴ്സിന്റെയും വാലറ്റ് ശേഖരിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് പംകിൻ ജൂൾസ് ഇരിക്കുന്ന ടേബിളിന്റെ അടുത്ത് എത്തുന്നത്. ജൂൾസ് ശാന്തമായി ഇരിക്കുകയാണ്. അവന്റെ വാലറ്റ് കയ്യിലുണ്ട്. അടുത്ത മാർസലസിന്റെ ബ്രീഫ് കേസും. പംകിൻ ആദ്യം ജൂൾസിന്റെ വാലറ്റ് ബാഗിലേക്ക് ഇടാൻ പറയുന്നു. ജൂൾസ് അത് കൊടുക്കുന്നു. പക്ഷെ പംകിന്റെ ശ്രദ്ധ ബ്രീഫ് കേസിലേക്ക് പോകുന്നു. അതിലെന്താണ്? ജൂൾസ് വളരെ കാഷ്വലായി മറുപടി പറയുന്നു, എന്റെ ബോസിന്റെ ഡേർട്ടി ലോണ്ടറി. പംകിൻ ഒന്ന് കളിയാക്കുന്നു. അവസാനം പംകിൻ 3 വരെ എണ്ണുന്നു. ജൂൾസിന് വേറെ വഴിയില്ലെന്ന് മനസ്സിലാകും. അവൻ കൈ ബ്രീഫ് കേസിൽ നിന്ന് മാറ്റുന്നു. അങ്ങനെ ജൂൾസ് ബ്രീഫ് കേസ് തുറക്കുന്നു. അകത്തേക്ക് നോക്കിയ പംകിൻ ഒന്ന് ഞെട്ടിപ്പോകുന്നു. അവന്റെ മുഖത്ത് തന്നെ അത്ഭുതം. ഹണി ബണ്ണി ദൂരെ നിന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, അതിലെന്താണ്? പംകിൻ പക്ഷെ അതിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല. പംകിൻ അത്ഭുതത്തോടെ പറയുന്നു, ബ്യൂട്ടിഫുൾ. അവസാനം ജൂൾസ് ബ്രീഫ് കേസ് അടയ്ക്കുന്നു. അത് പംകിൻ എടുക്കാൻ കൊടുക്കുന്നത് പോലെ മുന്നോട്ട് വെക്കുന്നു. പംകിൻ അത് എടുക്കാൻ കുനിയുന്ന നിമിഷം ജൂൾസ് പെട്ടെന്ന് അവന്റെ തോക്ക് പിടിച്ചിരിക്കുന്ന കൈ പിടിച്ച് ടേബിളിൽ അമർത്തുന്നു. ഇപ്പോൾ സ്ഥിതി പൂർണ്ണമായി മാറി. പംകിൻ ജൂൾസിന്റെ പിടിയിൽ. ഹണി ബണ്ണി തോക്ക് ജൂൾസിന്റെ നേരെ ചൂണ്ടി അലറുകയാണ്. ഞാൻ നിങ്ങളുടെ തല പൊട്ടിക്കും. ജൂൾസ് പക്ഷെ അവളോട് തിരിച്ച് അലറുന്നില്ല. പകരം പംകിനോട് പറയുന്നു അവളോട് കാമാകാൻ പറയും. പംകിൻ അവളോട് ശാന്തയാകാൻ പറയുന്നു. ജൂൾസ് വീണ്ടും ചോദിക്കുന്നു, അവളുടെ പേരെന്താ? യൊളാണ്ട. അപ്പോഴാണ് ഹണി ബണ്ണിയുടെ യഥാർത്ഥ പേര് യൊളാണ്ട ആണെന്ന് മനസ്സിലാവുന്നത്. ജൂൾസ് അവളോട് പറയുന്നു, യൊളാണ്ട, ആരും ആരെയും കൊല്ലാൻ പോകുന്നില്ല, നമുക്ക് കൂളായി നിൽക്കാം. അവൾ കരഞ്ഞുകൊണ്ട് പംകിന് ഒന്നും ചെയ്യരുതെന്ന് പറയുന്നു. ജൂൾസ് അവളെ കൂടുതൽ ശാന്തയാക്കാൻ നോക്കുന്നു. അവസാനം പംകിനോട് തന്റെ തോക്ക് താഴെ വെച്ച് 2 കൈകളും ടേബിളിൽ വെക്കാൻ പറയുന്നു. പംകിൻ അങ്ങനെ തന്നെ ചെയ്യുന്നു. പക്ഷെ യൊളാണ്ട വീണ്ടും ജൂൾസിനോട് അലറുന്നു. ജൂൾസ് അവളോട് പറയുന്നു, നീ ഇങ്ങനെ അലറുമ്പോൾ എനിക്ക് നെർവസ് ആവും. ഞാൻ നെർവസ് ആയാൽ പേടിക്കും. പേടിച്ചാൽ എന്തെങ്കിലും ആക്സിഡന്റ് ആയി വെടിയുതിർക്കാം. അത് കേട്ട് യൊളാണ്ട വീണ്ടും ശാന്തയാകുന്നു. ഇപ്പോഴാണ് ജൂൾസ് കാര്യങ്ങൾ തുറന്നു പറയുന്നത്. സാധാരണയായിരുന്നെങ്കിൽ നിങ്ങളെ 2 പേരെയും ഞാൻ കൊന്നേനെ. പക്ഷെ ഇപ്പോൾ തന്റെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ സമയമാണ്. അവൻ ഈ ജീവിതം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ കൊല്ലാൻ അവന് താല്പര്യമില്ല. പകരം സഹായിക്കാനാണ് ആഗ്രഹം. അപ്പോൾ വിൻസെന്റ് പുറത്തു വരുന്നു. യൊളാണ്ട അവനെ കണ്ട് പേടിക്കുന്നു. അവൻ കൂടി യൊളാണ്ടയ്ക്ക് നേരെ തൂക്കു ചൂണ്ടി ഇതിലൊരു അംഗമായി മാറുകയാണ്. ജൂൾസ് വീണ്ടും പറയുന്നു, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ബ്രീഫ് കേസ് അവന്റേതല്ല, അത് മാർസലസിന്റേതാണ്. അതുകൊണ്ട് അത് അവർക്ക് കൊടുക്കാൻ ജൂൾസിന് കഴിയില്ല. പക്ഷെ അവരുടെ കയ്യിലുള്ള പണം എടുത്തു പോകാം. ജൂൾസ് പംകിനോട് തന്റെ വാലറ്റ് ബാഗിൽ നിന്ന് എടുക്കാൻ പറയുന്നു. അത് സാധാരണ വാലറ്റ് അല്ല, അതിൽ ബാഡ് എന്ന് എഴുതിയിട്ടുണ്ട്. പംകിൻ അത് കണ്ടെത്തുന്നു. ജൂൾസ് അതിലെ ക്യാഷ് എത്രയുണ്ടോന്ന് ചോദിക്കുന്നു. ഏകദേശം $1500. അതെടുത്തോ, നിനക്കുള്ളതാണ്. ജൂൾസ് ആ പണം പംകിന് വിട്ടുകൊടുക്കുന്നു. വിൻസെന്റ് അതിനെ എതിർക്കുന്നു. പക്ഷെ ജൂൾസ് അവർക്ക് ആ പണം കൊടുക്കുന്നു. അങ്ങനെ ഈ കവർച്ചയിൽ കിട്ടിയ പണവും ജൂൾസിന്റെ വാലറ്റിലെ പണവും എടുത്ത് പംകിനും യൊളാണ്ടയും അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ബ്രീഫ് കീസ് മാത്രം ജൂൾസ് തന്റെ കൂടെ വെക്കുന്നു. കാരണം മാർസലസിന് വേണ്ടി ചെയ്യാനാണ് തന്റെ അവസാനത്തെ ജോലി. അതാണ്. വിൻസെന്റ് പോകാം എന്ന് പറയുന്നു. ഇനി നമ്മൾ പോകുന്നതാണ് നല്ലത്. ജൂൾസും അതിന് സമ്മതിക്കുന്നു. കോഫി ഷോപ്പിൽ തുടങ്ങി കോഫി ഷോപ്പിൽ സിനിമ അവസാനിക്കുകയാണ് യഥാർത്ഥ സിനിമയിൽ. പിന്നീട് ജൂൾസും വിൻസെന്റും കോഫി ഷോപ്പിൽ നിന്ന് മാർസലസിന്റെ ക്ലബിലേക്ക് എത്തുന്നു. ക്ലബിന്റെ അകത്ത് വിൻസെന്റ് എത്തുമ്പോൾ അവിടെ ബുച്ചിനൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മാർസലസ്. ബുച്ച് പ്രായം ചെയ്യുന്ന ഒരു ബോക്സർ ആണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു. ഇനി അവന്റെ ബോക്സിംഗ് കരിയർ അധികകാലം തുടരില്ലെന്ന് മാർസലസ് അവനോട് പറയുന്നു. ഇപ്പോഴുള്ള എബിലിറ്റി എന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് കാര്യങ്ങൾ പ്രാക്ടിക്കലായി കാണണമെന്നാണ് മാർസലസ് പറയുന്നത്. പിന്നെ മാർസലസ് ഒരു എൻവലപ്പ് നിറയെ പണം ബുച്ചിന്റെ മുന്നിലേക്ക് വെക്കുന്നു. കാര്യം വളരെ സിമ്പിൾ ആണ്. അടുത്ത ഫൈറ്റിൽ ബുച്ച് തോൽക്കണം. പ്രത്യേകിച്ച് 5ാം റൗണ്ടിൽ താഴെ വീഴണം. അതിന് പകരമായി മാർസലസ് അവന് നല്ലൊരു തുക നൽകുകയാണ്. ബുച്ച് കുറച്ചു നേരം ആലോചിച്ച ശേഷം സമ്മതിക്കുന്നു. അങ്ങനെ ഡീൽ ഉറപ്പിച്ച് ബുച്ച് അവിടെ നിന്നും പോകാൻ തയ്യാറാകുന്നു. പക്ഷെ പുറത്തേക്ക് പോകുന്നതിന് മുൻപ് അവൻ വിൻസെന്റിന്റെ അടുത്തുകൂടി കടന്നു പോകുന്നു. വിൻസെന്റ് അവനെ നോക്കി നിൽക്കുകയാണ്. ബുച്ച് തിരിഞ്ഞു ചോദിക്കുന്നു, എന്താ നോക്കുന്നത്? വിൻസെന്റ് അവനോട് ഫ്രണ്ട്ലി ആയി സംസാരിക്കാതെ അവനെ താഴ്ത്തി കാണിക്കുന്ന രീതിയിലാണ് മറുപടി പറയുന്നത്. ബുച്ചിന് അത് ഇഷ്ടപ്പെടുന്നില്ല. മാർസലസ് അപ്പോൾ വിൻസെന്റിനെ വിളിക്കുന്നു. അവസാനം വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ബുച്ച് അവിടെ നിന്ന് പോകുന്നു. ഈ 2 പേരുമായുള്ള കലിപ്പ് ഒന്ന് ഓർത്തു വെക്കണം നിങ്ങൾ. എല്ലാത്തിനും കൂടിയുള്ള ഉത്തരം പിന്നീട് കിട്ടും. വിൻസെന്റ് പിന്നെ തന്റെ അടുത്ത ജോലിക്കായി തയ്യാറാവുകയാണ്. അന്ന് രാത്രി മിയ വാലസിനെ പുറത്തു കൊണ്ടുപോകേണ്ടത് അവനാണ്. അതിനു മുൻപ് വിൻസെന്റ് തന്റെ ഡ്രഗ് ഡീലറായ ലാൻസിന്റെ വീട്ടിലേക്ക് പോകുന്നു. ലാൻസ് അവന് 3 തരത്തിലുള്ള ഹെറോയിൻ കാണിക്കുന്നു. ഒന്നാമത്തേത് മെക്സിക്കോയിൽ നിന്നുള്ള പാൻഡ, രണ്ടാമത്തേത് ബാവ, മൂന്നാമത്തേത് ജർമ്മനിയിലെ ഹാർട്സ് മൗണ്ടൻസിൽ നിന്നുള്ള ചോക്കോ. ആദ്യത്തെ 2 ചോക്കോ
ഈഗോയ്ക്ക് വില കൂടുതലാണ്. പക്ഷെ അത് ഉപയോഗിച്ചാൽ ആ എക്സ്ട്രാ പണം കൊടുത്തതിന്റെ കാര്യം മനസ്സിലാകുമെന്ന് ലാൻസ് പറയുന്നു. അവസാനം വിൻസെന്റ് ഏറ്റവും നല്ലതെന്ന് ലാൻസ് പറഞ്ഞ ചോക്കോ തന്നെയാണ് വാങ്ങുന്നത്. ശേഷം വിൻസെന്റ് വാങ്ങിയ ഹെറോയിൻ ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞാണ് മിയയെ പിക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അന്ന് രാത്രി മാർസലസിന്റെ വീട്ടിലെത്തിയ വിൻസെന്റിനെ മിയ സ്വീകരിക്കുന്നു. വിൻസെന്റിനെ കണ്ടപ്പോൾ തന്നെ മിയ അവനോട് വളരെ കംഫർട്ടബിൾ ആയി പെരുമാറുന്നു. വിൻസെന്റിന് പക്ഷെ ഒരു കാര്യം വ്യക്തമായി അറിയാം, ഇവൾ മാർസലസിന്റെ ഭാര്യയാണ്. അതുകൊണ്ട് എത്ര ഫ്രണ്ട്ലി ആയാലും താൻ ഒരു പരിധി വിട്ടുപോകരുതെന്ന് അവൻ മനസ്സിൽ ഉറപ്പിക്കുന്നു. അങ്ങനെ വിൻസെന്റും മിയയും ജാക്ക് റാബിറ്റ് സ്ലിംസിൽ എത്തുന്നു. പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ ഈ സ്ഥലം വേറൊരു ലോകം പോലെയാണ്. 1950 കാലഘട്ടത്തെ അമേരിക്കയെ അതേപടി റിക്രിയേറ്റ് ചെയ്ത റെസ്റ്റോറന്റ് ആണ് അത്. അകത്ത് കയറിയപ്പോൾ വിൻസെന്റിന് അതിലും വലിയ സർപ്രൈസ് ആണ്. അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ പഴയ കാലത്തെ ഫേമസ് ആളുകളുടെ ലുക്ക് ലൈക്കുകളാണ്. മെർലിൻ മൺറോ, ജെയിംസ് ഡീൻ, ബഡ്ഡി ഹോളി തുടങ്ങിയവരുടെ വേഷത്തിലാണ് ജീവനക്കാർ. ടേബിൾ പോലും പഴയ കാറിന്റെ ബോഡി ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരത്തിനിടയിലാണ് മിയയുടെ പഴയ ആക്ടിംഗ് കരിയറിന്റെ കാര്യം വരുന്നത്. വിൻസെന്റ് ചോദിക്കുമ്പോൾ മിയ തന്റെ TV പൈലറ്റായ ഫോക്സ് സ്പോർട്സ് 5നെ കുറിച്ച് പറയുന്നു. 5 പെൺ സീക്രട്ട് ഏജന്റ്സ് ആയിരുന്നു ആ ഷോയിലെ ക്യാരക്ടേഴ്സ്. ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ സ്കിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഷോ മുന്നോട്ട് പോയില്ല. അതായിരുന്നു അവളുടെ ചെറിയൊരു ആക്ടിംഗ് ചാൻസ്. വിൻസെന്റ് അതിലെ ഒരു ജോക്ക് പറയാൻ മിയയോട് ചോദിക്കുന്നു. പക്ഷെ മിയ ആദ്യം സമ്മതിക്കുന്നില്ല. അത് വളരെ മോശം ജോക്കാണ് എന്ന് പറഞ്ഞ് അവൾ ഒഴിവാക്കുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിൻസെന്റ് നേരത്തെ കേട്ടിരുന്ന ആ കഥ മിയയോട് ചോദിക്കുന്നത്. ടോണി റോക്കി ഹൊററിനെ മാർസലസ് 4ാം നിലയിൽ നിന്ന് താഴേക്ക് എറിഞ്ഞത് മിയയുടെ കാലിൽ മസാജ് ചെയ്തുകൊണ്ടാണോ എന്ന്. മിയ അത് കേട്ട് ചിരിക്കുന്നു. വിൻസെന്റ് കേട്ടത് മുഴുവൻ പറയുമ്പോൾ മിയ അത് നിഷേധിക്കുന്നു. ടോണി തന്റെ കയ്യിൽ തൊട്ടത് ഒരിക്കൽ മാത്രം, അതും അവരുടെ വെഡിങ്ങിൽ ഷേക്ക് ഹാൻഡ് തരുമ്പോൾ മാത്രം. അവൻ ഒരിക്കലും തന്റെ കാലിൽ മസാജ് ചെയ്തിട്ടില്ല. മാർസലസ് എന്തിനാണ് ടോണിയെ ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞതെന്ന് മാർസലസിനും ടോണിക്കും മാത്രമേ അറിയൂ എന്നാണ് മിയ പറയുന്നത്. അപ്പോഴാണ് റെസ്റ്റോറന്റിൽ അനൗൺസ്മെന്റ് വരുന്നത്. ജാക്ക് റാബിറ്റ് സ്ലിംസ് ട്വിസ്റ്റ് കോntest തുടങ്ങുകയാണ്. വിന്നേഴ്സിന് ഒരു ട്രോഫി ഉണ്ട്. മിയ ഉടനെ കൈ ഉയർത്തുന്നു. വിൻസെന്റ് ഒന്ന് ഞെട്ടുന്നു. തനിക്ക് ഡാൻസ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് വിൻസെന്റ് പറയുമ്പോൾ മിയ അവനെ ഓർമ്മിപ്പിക്കുന്നു. മാർസലസ് അയാളോട് പറഞ്ഞത് അവളെ പുറത്തു കൊണ്ടുപോയി അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനല്ലേ. അവസാനം അത് വിൻസെന്റ് സമ്മതിക്കുന്നു. രണ്ടുപേരും ഡാൻസ് ഫ്ലോറിലേക്ക് കയറുന്നു. പിന്നെ മ്യൂസിക് തുടങ്ങുന്നു. വിൻസെന്റും മിയയും ചേർന്ന് ട്വിസ്റ്റ് ഡാൻസ് ചെയ്യാൻ തുടങ്ങുന്നു. അവർ രണ്ടുപേരും നല്ല രീതിയിൽ ഡാൻസ് ചെയ്യുന്നു. അവസാനം ആ കോntest ജയിച്ച് ട്രോഫിയുമായി അവർ വീട്ടിലേക്ക് തിരികെ എത്തുന്നു. വീട്ടിലെത്തിയതും രണ്ടുപേരും ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നു. വിൻസെന്റ് ബാത്റൂമിലേക്ക് പോകുന്നു. മിയ അപ്പോൾ മ്യൂസിക് വെക്കുന്നു. വിൻസെന്റിന്റെ കോട്ട് ഇപ്പോൾ മിയയാണ് ഇട്ടിരിക്കുന്നത്. മിയ ആ കോട്ടിന്റെ പോക്കറ്റിൽ കൈയിടുന്നു. ആദ്യം വിൻസെന്റിന്റെ ടുബാക്കോ പൗച്ച് കിട്ടുന്നു. പിന്നെ സിപ്പോ ലൈറ്റ്. അതിനുശേഷം പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ പ്ലാസ്റ്റിക് ബാഗ് കൂടി കിട്ടുന്നു. അതിനുള്ളിൽ വൈറ്റ് പൗഡർ ആണ്. അത് ഹെറോയിൻ ആണെന്ന് മിയയ്ക്ക് അറിയില്ല. അത് കൊക്കൈൻ ആണെന്ന് കരുതി അവൾ എടുത്തു നോക്കുന്നു. പിന്നെ അതിൽ നിന്ന് ഒരു വലിയ ലൈൻ എടുത്ത് സ്നോട്ട് ചെയ്യുന്നു. അടുത്ത നിമിഷം തന്നെ എന്തോ കുഴപ്പമുണ്ടെന്ന് മിയയ്ക്ക് മനസ്സിലാകുന്നു. അവളുടെ തല പിന്നിലേക്ക് പോകുന്നു. ശരീരത്തിന് നിയന്ത്രണം പോകുന്നു. വിൻസെന്റ് ബാത്റൂമിൽ നിന്ന് പുറത്തു വരുമ്പോൾ മിയ നിലത്ത് വീണ് കിടക്കുകയാണ്. മുമ്പേ പറഞ്ഞില്ലേ ഗൈസ്, വിൻസെന്റ് ബാത്റൂമിൽ കയറി പണി വന്നു. മൂക്കിൽ നിന്ന് രക്തം വരുന്നു. വിൻസെന്റ് പൂർണ്ണമായി പാനിക്കാകുന്നു. കാരണം ഇത് സാധാരണ ഒരു പെൺകുട്ടിയല്ല, ഇത് മാർസലസ് വാലസിന്റെ ഭാര്യയാണ്. വിൻസെന്റ് ഉടനെ മിയെ എടുത്ത് കാറിൽ കയറ്റുന്നു. അവളെ നേരെ ലാൻസിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ ലാൻസ് അവരെ വീട്ടിനുള്ളിൽ കയറ്റാൻ പോലും ആദ്യം തയ്യാറാകുന്നില്ല. വിൻസെന്റ് അവനോട് പറയുന്നു, ഇത് മാർസലസ് വാലസിന്റെ ഭാര്യയാണ്. മിയ മരിച്ചാൽ തനിക്ക് എന്ത് സംഭവിക്കുമെന്ന് വിൻസെന്റിന് അറിയാം. അതുകൊണ്ട് ലാൻസ് അവളെ രക്ഷിക്കണം. അവസാനം ലാൻസ് സഹായിക്കാൻ തയ്യാറാകുന്നു. ജോഡിയോട് അഡ്രിനാലിൻ ഷോട്ട് എടുക്കാൻ പറയുന്നു. ലാൻസിന് ഇതുവരെ ഒരിക്കലും അഡ്രിനാലിൻ ഷോട്ട് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് അവന് പേടിയുമാണ്. അവസാനം വിൻസെന്റ് അഡ്രിനാലിൻ ഷോട്ട് മിയയുടെ നെഞ്ചിലേക്ക് കൊടുക്കുന്നു. മിയ പെട്ടെന്ന് എഴുന്നേറ്റ് വലിയ ശബ്ദത്തിൽ നിലവിളിക്കുന്നു. മിയ പതുക്കെ ശ്വാസം എടുക്കാൻ തുടങ്ങുന്നു. പിന്നെ വിൻസെന്റ് മിയയെ കാറിൽ കയറ്റി വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. ഇരുവരും ഇപ്പോഴും നടന്നതിന്റെ ഷോക്കിലാണ്. മാർസലസിന്റെ വീട്ടിലെത്തിയ ശേഷം മിയ കാറിൽ നിന്ന് ഇറങ്ങുന്നു. വിൻസെന്റ് പറയുന്നത് മാർസലസ് ഈ സംഭവം ഒരിക്കലും അറിയാതിരിക്കുന്നതാണ് നല്ലതെന്നാണ്. അങ്ങനെ രണ്ടുപേരും കൈകുലുക്കി ഈ കാര്യം ആരോടും പറയില്ലെന്ന് ഉറപ്പാക്കുന്നു. ഇനി കഥ ബുച്ചിലേക്ക് തിരികെയാണ്. മാർസലസിൽ നിന്ന് പണം വാങ്ങി ഫൈറ്റ് തോറ്റു കൊടുക്കാമെന്ന് ബുച്ച് സമ്മതിച്ചിരുന്നെങ്കിലും റിങ്ങിൽ കയറിയപ്പോൾ അവൻ തന്റെ തീരുമാനം മാറ്റുന്നു. അവൻ മാർസലസിനെ ഡബിൾ ക്രോസ് ചെയ്യുകയാണ്. ഫൈറ്റ് തുടങ്ങുന്നു. പക്ഷെ ബുച്ച് തോൽക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്നില്ല. പകരം സ്വന്തം പണം വെച്ച് താൻ തന്നെ ജയിക്കുമെന്ന് ഉറപ്പാക്കിയാണ് അവൻ റിങ്ങിലേക്ക് ഇറങ്ങിയത്. ഫൈറ്റ് വളരെ ബ്രൂട്ടലായി മാറുന്നു. അവസാനം ബുച്ച് എതിരാളിയെ നോക്കൌട്ട് ചെയ്യുന്നു. പക്ഷെ ഇവിടെ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു. എതിരാളി മരിച്ചിരിക്കുകയാണ്. നമ്മളിത് ഒരു റേഡിയോയിലൂടെയാണ് കേൾക്കുന്നത്. ഇനി മാർസലസിന് ബുച്ചിനെ വെറുതെ വിടാൻ പറ്റില്ല. ബുച്ച് തന്നെ വഞ്ചിച്ചെന്ന് മനസ്സിലായതോടെ മാർസലസ് അവനെ കണ്ടെത്തി തീർക്കാൻ തന്റെ ആളുകളെ അയക്കുന്നു. അതേസമയം ബുച്ച് നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്യുന്നു. അവൻ ഫ്രഞ്ച് ഗേൾഫ്രണ്ട് ആയ ഫാബിയനയോടൊപ്പം ഒരു മോട്ടലിൽ ഒളിച്ചിരിക്കുന്നു. അടുത്ത ദിവസം തന്നെ നഗരം വിട്ടു പോകാനാണ് രണ്ടുപേരുടെയും പ്ലാൻ. പക്ഷെ പോകുന്നതിന് മുൻപ് ഒരു ചെറിയ പ്രശ്നം വരുന്നു. ബുച്ച് തന്റെ അച്ഛനിൽ നിന്ന് കിട്ടിയ സ്വർണ്ണ വാച്ച് ചോദിക്കുമ്പോഴാണ് ഫാബിയന അത് കൊണ്ടുവന്നിട്ടില്ലെന്ന് മനസ്സിലാകുന്നത്. അവൾ അത് മറന്നുപോയി. ബുച്ചിന് അത് കേട്ട് വലിയ ദേഷ്യമായിരുന്നു. കാരണം ആ വാച്ച് അവനൊരു സാധാരണ വാച്ചല്ല.
ബുച്ച് കുറച്ചുനേരം ദേഷ്യപ്പെടുന്നു. പക്ഷെ അവസാനം അവൾ മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് മനസ്സിലാക്കി ശാന്തനാകുന്നു. നിന്റെ തെറ്റല്ല. അവസാനം വാച്ചെടുക്കാൻ ബുച്ച് തന്നെ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അവിടെ എത്തുന്നതിന് മുമ്പ് ബുച്ച് വളരെ സൂക്ഷിച്ചാണ് കാര്യങ്ങൾ നോക്കുന്നത്. അങ്ങനെ അപ്പാർട്ട്മെന്റിൽ കയറി വാച്ചെടുക്കുന്നു. അവിടെ ആരുമില്ലെന്ന് തോന്നുന്നു. ബുച്ച് ഒന്ന് റിലാക്സ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് കിച്ചൺ കൗണ്ടറിൽ കിടക്കുന്ന ഒരു ഗൺ അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് കണ്ടതോടെ അവൻ വീണ്ടും അലേർട്ടാകും. അപ്പോഴാണ് ടോയ്ലറ്റിൽ നിന്ന് ഫ്ലഷ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നത്. ബുച്ച് ഗണ്ണെടുത്ത് ബാത്റൂമിലേക്ക് നോക്കുന്നു. ഡോർ തുറന്ന് വിൻസെന്റ് വേഗ പുറത്തേക്ക് വരുന്നു. വിൻസെന്റും ബുച്ചും പരസ്പരം നോക്കി നിൽക്കുന്നു. ഒന്നും പറയുന്നില്ല. രണ്ടുപേരുമായുള്ള കലിപ്പൊന്ന് ഓർത്തു വെക്കണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നില്ലേ? അപ്പോഴാണ് ടോസ്റ്ററിൽ നിന്ന് പെട്ടെന്ന് ശബ്ദം വരുന്നത്. ബുച്ചിന്റെ വിരൽ ട്രിഗറിലേക്ക് പോകുന്നു. ഒറ്റ നിമിഷം കൊണ്ട് വിൻസെന്റിന് നേരെ വെടിയുതിർക്കുന്നു. വിൻസെന്റ് അവിടെ വെച്ച് കൊല്ലപ്പെടുന്നു. വീണ്ടും വിൻസെന്റ് ബാത്റൂമിൽ കയറി പണി വന്നു. ബട്ട് ഈ പ്രാവശ്യം വിൻസെന്റിന്റെ ലൈഫ് തന്നെ പോയി. ബുച്ച് കുറച്ചുനേരം സംഭവിച്ചത് വിശ്വസിക്കാനാകാതെ നിൽക്കുന്നു. പിന്നെ ഗൺ അവിടെ വെച്ച് ഹോണ്ട എടുത്ത് അപ്പാർട്ട്മെന്റിൽ നിന്ന് മാറുമ്പോൾ അവനൊന്ന് റിലാക്സ് ചെയ്യുന്നു. അങ്ങനെ ചിരിച്ചുകൊണ്ട് കാർ ഓടിക്കുമ്പോഴാണ് വിധി വീണ്ടും കളിക്കുന്നത്. ട്രാഫിക് ലൈറ്റിൽ ബുച്ചിന്റെ കാർ നിൽക്കുന്നു. അപ്പോഴാണ് മുന്നിൽ നിന്ന് മാർസലസ് വാലസ് റോഡ് ക്രോസ് ചെയ്ത് വരുന്നത്. ബുച്ചിനെ കണ്ടപ്പോൾ മാർസലസ് പെട്ടെന്ന് നിൽക്കുന്നു. ബുച്ചിന് അതേ ഞെട്ടൽ. അടുത്ത നിമിഷം ബുച്ച് ആക്സിലറേറ്റർ ചവിട്ടുന്നു. കാർ നേരെ മാർസലസിനെ ഇടിക്കുന്നു. മാർസലസ് റോഡിലേക്ക് തെറിച്ചു വീഴുന്നു. ബുച്ചിന്റെ ഹോണ്ട നിയന്ത്രണം വിട്ട് മറ്റൊരു കാറിലിടിച്ച് ക്രാഷ് ആവുന്നു. ബുച്ചിനും മാർസലസിനും രണ്ടുപേർക്കും പരിക്കേൽക്കുന്നു. പക്ഷെ ഇരുവരും എഴുന്നേറ്റ് ഓടിത്തുടങ്ങുന്നു. മാർസലസ് ഗൺ ഫയർ ചെയ്ത് ബുച്ചിന്റെ പിന്നാലെയാണ്. ബുച്ച് ഓടി ഒരു ഷോപ്പിലേക്ക് കയറുന്നു. മാർസലസും അവന്റെ പിന്നാലെ അകത്തേക്ക് കയറുന്നു. അവിടെ മെയിനാഡ് എന്ന ഷോപ്പ് ഓണർ ഇരുവരെയും കാണുന്നു. അവൻ ഉടനെ ഷോട്ട് ഗൺ എടുത്ത് ഇരുവരെയും നിർത്തുന്നു. ബുച്ചിന്റെ കയ്യിലുള്ള ഗൺ താഴെയിടാൻ പറയുന്നു. ബുച്ച് അത് താഴെയിടുന്നു. പക്ഷെ മെയിനാഡ് അവനെ അടുത്തേക്ക് വിളിച്ച് ഷോട്ട് ഗൺ കൊണ്ട് മുഖത്തടിക്കുന്നു. ബുച്ച് അവിടെ വെച്ച് ബോധം കെട്ട് വീഴുന്നു. മാർസലസും അവിടെ തന്നെ വീണെടുക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞ് ബുച്ചിനും മാർസലസിനും ബോധം വരുമ്പോൾ അവർ ഷോപ്പിന്റെ ബേസ്മെന്റിലാണ്. ഇരുവരെയും കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് സെയ്ദ് എത്തുന്നത്. മെയിനാഡും സെയ്ദും ചേർന്ന് ഇവരെ ഉപദ്രവിക്കാൻ പോവുകയാണ്. അവരുടെ കൂടെ അടിമയായ ദ ജിംബ് എന്ന ഒരാളുമുണ്ട്. അവനെ മുഴുവൻ കറുത്ത ലെതർ വസ്ത്രം ധരിപ്പിച്ചിരിക്കുകയാണ്. ആദ്യം മാർസലസിനെയാണ് അവർ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. ബുച്ചിനെ അവിടെ കെട്ടിയിട്ടിരിക്കുക തന്നെയാണ്. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബുച്ച് കെട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നു. അവൻ ദ ജിംബനെ അടിച്ച് താഴെയിടുന്നു. ഇനി അവിടെ നിന്ന് ഓടിപ്പോകാൻ ബുച്ചിന് കഴിയും. പക്ഷെ അവൻ വാതിലിനടുത്തെത്തിയപ്പോൾ നിൽക്കുന്നു. അകത്ത് മാർസലസ് ഇപ്പോഴും അവരുടെ കയ്യിലാണ്. ബുച്ചിന് അത് വിട്ടിട്ട് പോകാൻ കഴിയുന്നില്ല. അവൻ തിരിച്ച് ആ ഷോപ്പിൽ ഒരു വെപ്പൺ തിരിയുന്നു. അവസാനം അവന്റെ കണ്ണിൽ ഒരു സാമുറായി സോഡ് പെടുന്നു. അതെടുത്ത് ബുച്ച് വീണ്ടും ബേസ്മെന്റിലേക്ക് പോകുന്നു. അകത്ത് മെയിനാഡും ജെദ്ദും മാർസലസിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുച്ച് പിന്നിൽ നിന്ന് മെയിനാഡിന്റെ അടുത്തേക്ക് എത്തുന്നു. മെയിനാഡ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ബുച്ച് സോഡ് കൊണ്ട് അവനെ വെട്ടുന്നു. പിന്നെ വീണ്ടും കുത്തി മെയിനാഡിനെ അവിടെ വെച്ച് കൊല്ലുന്നു. ഇപ്പോൾ ജെദ്ദിന്റെ മുന്നിൽ ബുച്ച് സോഡുമായി നിൽക്കുകയാണ്. അപ്പോഴാണ് ഗൺ അവിടെ കിടക്കുന്നത് സെയ്ദ് കാണുന്നത്. സെയ്ദ് അത് എടുക്കാൻ നോക്കുന്നു. പക്ഷെ അതിനു മുമ്പ് മാർസലസ് തന്നെ മെയിനാഡിന്റെ ഷോട്ട് ഗൺ എടുത്ത് നിൽക്കുകയാണ്. ബുച്ച് മാറി നിൽക്കുന്നു. മാർസലസ് ജെദ്ദിനെ വെടിവെച്ച് താഴെയിടുന്നു. ഇനി ബുച്ചിനും തനിക്കും ഇടയിൽ പ്രശ്നമൊന്നുമില്ലെന്ന് പറയുന്നു. പക്ഷെ രണ്ട് കാര്യങ്ങൾ ബുച്ച് ചെയ്യണം. ഇവിടെ നടന്നത് ആരോടും പറയരുത്. രണ്ടാമത് ലോസ് ഏഞ്ചൽസ് വിട്ട് ആ രാത്രി തന്നെ പോകണം. പിന്നെ ഒരിക്കലും തിരിച്ചു വരരുത്. ബുച്ച് അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ഇതുവരെ ശത്രുക്കളായിരുന്ന ബുച്ചും മാർസലസും തമ്മിലുള്ള പ്രശ്നം അവിടെ അവസാനിക്കുന്നു. ബുച്ച് ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവന്റെ കണ്ണിൽ ഒരു മോട്ടോർ സൈക്കിൾ പെടുന്നു. സെദ്ദിന്റെ ചോപ്പ്. അതിന്റെ പേര് ഗ്രേസ് എന്നാണ്. ബുച്ച് അതിന്റെ കീ എടുത്ത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ നേരെ മോട്ടലിലേക്ക് പോകുന്നു. ഫാബിയനെ അവിടെ അവനെ കാത്തിരിക്കുകയാണ്. ബുച്ച് എത്തിച്ചേരുന്ന ഉടനെ തന്നെ അവളോടെല്ലാം പാക്ക് ചെയ്ത് പോകാൻ പറയുന്നു. അവർ ഇനി താമസിക്കാൻ പാടില്ല. അവരുടെ ട്രെയിൻ മിസ്സാകുന്നതിന് മുൻപ് നഗരം വിടണം. ഫാബിയനെ പുറത്തേക്ക് വരുമ്പോൾ ബുച്ച് ചോപ്പറിൽ ഇരിക്കുന്നത് കണ്ട് ഞെട്ടുന്നു. ഈ മോട്ടോർ സൈക്കിൾ എവിടെ നിന്ന് കിട്ടി? ബുച്ച് പറയുന്നു ഇത് സെദ്ദിന്റേതാണ്. ഫാബിയന സെദ് ആരാണെന്ന് ചോദിക്കുന്നു. ബുച്ച് ചിരിച്ചുകൊണ്ട് പറയുന്നു അങ്ങനെ ബുച്ചും ഫാബിയനെയും ആ ചോപ്പറിൽ നഗരം വിട്ടു പോകുന്നു. സിനിമ അവിടെ അവസാനിക്കുന്നു.